നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾക്ക് തന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. കുറച്ച് പേഴ്സണൽ ആണ്. മോശം. എന്റെ എല്ലാ പ്ലാനും ഇവിടെ ഇല്ലാതാക്കും. എന്നാ പിന്നെ അംബിക ചേച്ചി നിങ്ങൾ ചെല്ലും. ശരി. വാ മോളെ, വാ മോളെ. മാഡം ഇവിടെ വന്നേക്കായിരുന്നോ? മാഡം കരയാണോ? എന്താ മാഡം, എന്താ പറ്റി? ഒന്നുമില്ല രാജു. മാഡം, എനിക്ക് മാഡത്തിന്റെ വിഷമം മനസ്സിലാവും. പക്ഷേ രാജുവിനെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട രാജു. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം. രാജു പൊയ്ക്കോ. ഋതിക മാഡത്തിന് വർമ്മ സാറിന്റെ സ്വഭാവം അറിയാലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് മാഡം എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിക്കുന്നത്? സാനിയ മാഡത്തിന്റെ വിവാഹം നടന്നത് മാഡത്തിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. മാഡം, ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും അത് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നാളുകൾ നമ്മൾ ചെയ്തതിന്റെ ഫലം നമുക്ക് തരും. സാനിയ മാഡത്തിന്റെ വിവാഹം നടന്നതിന്റെ പിന്നില് മാഡം മാത്രമാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ല അറിയൂ. എനിക്ക് എല്ലാം വർമ്മ സാറിനോട് തുറന്ന് പറയണമെന്നുണ്ട്. മാഡം വാ, ഞാൻ വർമ്മ സാറിനോട് നടന്നെല്ലാം തുറന്നു പറയാം. അങ്ങനെയെങ്കിലും സാറിന് മാഡത്തിനോടുള്ള ദേഷ്യം മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. വേണ്ട രാജു, അത് വേണ്ട. ഞാൻ രാജുവിനെ സഹായത്തിന് വിളിച്ചതും റിസ്ക് എടുത്തതും എനിക്ക് അച്ഛന്റെ മുന്നിൽ സൽപ്പേര് വാങ്ങാനല്ല. സാനിയയുടെ വിവാഹം നന്നായി നടക്കാന്, അതിനു വേണ്ടി മാത്രം. രാജു പൊയ്ക്കോളൂ. എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇല്ല മാഡം, മാഡം പൂജയ്ക്ക് വരണം. സാനിയ മാഡത്തിന്റെ വിവാഹം നടക്കാനുള്ള ഒരേ ഒരു കാരണം മാഡത്തിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, സാനിയ മാഡത്തിന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ വരുന്ന ഒരു പൂജയാ ഇവിടെ നടക്കാൻ പോകുന്നത്. ഋതിക മാഡം ആ പൂജയിൽ പങ്കെടുക്കണം. സാനിയ മാഡത്തിന് വേണ്ടി മാഡം പ്രാർത്ഥിക്കണം. വർമ്മ സാറിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഇന്ന് ഈ വീട്ടിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കാൻ ഏറ്റവും യോഗ്യ ഒരാള് മാഡം മാത്രമാണ്. അങ്ങനെ എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ മാഡത്തെ നിർബന്ധിക്കുന്ന. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. നമുക്കിനി പൂജയിലേക്ക് കടക്കാം. സാനിയ അഖിൽ ദമ്പതികളുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി നടത്തുന്നതാണ് ഈ പൂജ. കരുണാമയനായ ഭഗവാൻ അവരുടെ ദാമ്പത്യ ജീവിതത്തിനും അവരാരംഭിച്ചിരിക്കുന്ന പുതിയ ബിസിനസിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി കരുണ ചൊരിയട്ടെ. എല്ലാവരെയും വിളിച്ചോളൂ. അഖിലിന്റെ റിലേറ്റീവ്സാ. സാനിയ പറഞ്ഞിരുന്നു. വരൂ, അകത്തേക്ക് വരും. പ്രതാപ, ഇത് നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? ക്ഷണം കിട്ടിയിട്ട് തന്നെയാ വന്നത്. ക്ഷണോ? ആരാ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഈ കുടുംബത്തിലെ സാനിയ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ ബന്ധുവായ അഖിലിനെയാ. സാനിയുടെ അഖിലിന്റെയും ക്ഷണം സ്വീകരിച്ചിട്ടാ ഞങ്ങള് വന്നത്. പ്രതാപവർമ്മ, എന്റെ വരവിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്തുദ്ദേശം? ഞാൻ വന്നത് എന്റെ ഭാവി മരുമകളെ കാണാനും കൂടിയാ. എന്റെ ഒപ്പം വരാൻ അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും.
നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. പക്ഷേ എന്റെ സമ്മതമില്ലാതെ നീ ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല. അഹങ്കാരി. നീയാണ് അഹങ്കാരി. വാ വാ ഇരിക്ക്. പരമോ സുഖം ഇരിക്ക്. ആ ശേഖര ചേട്ടാ, ഞാനും ശ്രീകലയും പരമവും ക്ലാസ്മേറ്റ്സാ. ശ്രീകലയുടെ ഹസ്ബൻഡാ പരമേശ്വരൻ. ഇവൻ എന്റെ ഫ്രണ്ടാ. ആ ഇത് യാമിനി, ശേഖരന്റെ ഭാര്യ. നമസ്കാരം ചേച്ചി. നമസ്കാരം. വരാൻ പാടില്ലായിരുന്ന അതിഥികൾ പിന്നെയും അവർ വന്നിരിക്കുന്നു. വർമ്മേ, തന്റെ മോളെവിടെ? അവള് മുറിയിലെങ്ങാനും കാണും. അല്ലേട്ടാ, ഋതുമോൾ ഇവിടെയുണ്ട്. മോളെ ഋതു. മാഡം. ഇങ്ങോട്ട് വാ. ഋതുമോക്ക് തന്റെ ചായയൊന്നുമില്ല. അവളെ അവളുടെ അമ്മയുടെ തനി സ്വരൂപമാ. ഋതുമോള് സുന്ദരിയാ, മോളുടെ അമ്മയെ പോലെ തന്നെ. മോൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? അച്ഛന്റെ ഫ്രണ്ട്. അച്ഛന്റെ മാത്രമല്ല, ഋതുമോളുടെ അമ്മയുടെയും ഫ്രണ്ടാണ് ആന്റി. മോളുടെ അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ച് പഠിച്ചവരാ. ഇവന്റെയും പത്മാവതിയുടെയും വിവാഹം നടക്കുന്നതിന് മുൻപേ ആന്റിയുടെ അങ്കിളിന്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ചിക്കാഗോയിലേക്ക് പോയി. ശരിക്കും പറഞ്ഞ എന്റെ കല്യാണം നടത്തിയത് അവളാ, നിന്റെ അമ്മ പത്മാവതി. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം അവളാണ്. നിന്നെ കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നത്. അല്ല, അവിടെ പൂജ നടക്കുക. എല്ലാവരും വന്നാ നമുക്ക് പൂജയിൽ പങ്കെടുക്കാം. അംബികേച്ചി, സോറി. ഋതുമോളെ കണ്ട സന്തോഷത്തിൽ ഞാൻ എല്ലാം അങ്ങ് മറന്നു. ശരി, എങ്കി വാ. വർമ്മേ, ഞങ്ങൾക്ക് തന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. കുറച്ച് പേഴ്സണൽ ആണ്. മോശം. എന്റെ എല്ലാ പ്ലാനും ഇവിടെ ഇല്ലാതാക്കും. എന്നാ പിന്നെ അംബിക ചേച്ചി നിങ്ങൾ ചെല്ല്. ശേഖര. യാമിനി വാ. വാ മോളെ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.